എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും സ്വാഗതം. ഭീമ ജുവൽസ് സ്റ്റുഡൻസ് ഓൺലി. ഇത് നിങ്ങളുടെ ആഘോഷമാണ്. മിലി എന്ന സിനിമയുടെ സാങ്കേതിക പ്രവർത്തകരും താരങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെയാണ്. തുടർന്നും നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ അറിയാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിലാണ്. എറണാകുളം ലിസി ഹോസ്പിറ്റലിന് സ്വന്തമായിട്ടുള്ള ലിസി ഹോസ്പിറ്റലിൻ്റെ ലിസി നഴ്സിംഗ് കോളേജിലാണ്. സ്വാഗതം. പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ വിക്കിപീഡിയയിൽ കയറി രാജേഷ് പിള്ള എന്നൊക്കെ അടിച്ചു കൊടുത്തപ്പോൾ ബോൺ ഇൻ മുംബൈ എന്നൊക്കെ കണ്ടു. അപ്പം ഞാൻ വെച്ചിട്ട് ദൈവമേ രാജേഷ് പിള്ള ഒന്ന് ഞെട്ടി. ഇനി വല്ലതും ചോദിച്ചാൽ ഹിന്ദിയൊക്കെ പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. എന്തായാലും ഞാനും അദ്ദേഹത്തെ ഇന്ന് പരിചയപ്പെടുകയാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈസ് എ വെരി സ്ട്രോങ് ആൻഡ് സോഫ്റ്റ് പേഴ്സൺ. നല്ല കൈഡി കൊടുക്കുക. തീർച്ചയായിട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷമാണ്. സമയം പോകുന്നത് അറിയില്ല. എപ്പോഴും ചിരിയാണ്. സിജയ്ക്ക് അങ്ങനെ ഈ സിനിമയിൽ ആരെയാണ് അദ്ദേഹം ഫെയറാക്കി? ഒന്നുമില്ല, സാറിന്റെ നേച്ചർ ഹി ഈസ് വെരി ജോളി പേഴ്സൺ ആണ്. ഫോർ ഫൺ സേക്ക് ഓരോരുത്തരുടെ കണക്ഷൻ ഇങ്ങനെ വെക്കും. പിന്നെ എനിക്ക് ആക്ച്വലി ഈ പടത്തിൽ വർക്ക് ചെയ്തപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തപ്പം എല്ലാവരും ബോയ്സ് വെർ അറൗണ്ട് മീ. പക്ഷേ അമല, സനുഷ, പിന്നെ ഈ കുട്ടി മിലിയും പിന്നെ സൗമ്യ അവരൊക്കെ വന്നപ്പോൾ ഒരു എന്താ പറയുക, പെട്ടെന്ന് ഒരു പെണ്ണുങ്ങളുടെ ഒരു ഗ്യാങ് വന്ന പോലെ ഒരു ദിവസം ഒരു ഫ്രീ ടൈം കിട്ടുമ്പം ഇവിടെ കൂടെ മൊത്തം വരുന്ന ഗോസിപ്പും ഉള്ള അത് സിനിമയിലായാലും കുടുംബശ്രീയിലായാലും ഒക്കെ ഒന്നാണ്. കുറ്റം പറച്ചിലെല്ലാം കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് എൻ്റെ കാസ്റ്റും ക്രൂ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഓവറോൾ വർക്കിംഗ് വിത്ത് മിസ്റ്റർ രാജേഷ് പിള്ള ഈസ് വെരി നൈസ്. അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട്, നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. അല്ല അദ്ദേഹം പറയട്ടെ. അല്ല പലരുടെയും കള്ളി വിളിച്ചതാവും, അതാണ് സംഭവം. ഇത് ഇത്ര ഭയങ്കര സംഭവമായിട്ടൊക്കെ ഇരിക്കുന്നല്ലാതെ ഒരു കുട്ടിയാണ്. കാരണം ഇവിടെ രാവിലെ ഞങ്ങൾ ഒരു ദിവസം ഞാൻ സെറ്റിലെത്തിയിട്ട് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ കുറേ നേരമായിട്ട് ഷൂട്ട് കോൾ വരുന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ ക്യാരവാനിൽ കിടന്ന് ഒന്ന് ഉറങ്ങി. നമ്മൾ കിട്ടിയ അവസരം മുതലാക്കണമല്ലോ. ക്യാരവാനിൽ കിടന്ന് ഒന്ന് ഉറങ്ങി എണീറ്റൊക്കെ എത്തിയിട്ട് ഇതുവരെയായിട്ടും ഷോട്ടിന് ഇതുവരെയായിട്ടും വിളിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര പൊട്ടിത്തെറിയും ബഹളവും ചീത്തവിളിയും. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അങ്ങോട്ട് ഓടുന്നു, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങോട്ട് ഓടുന്നു. കുറേ ഞാൻ ചെന്ന് പ്രൊഡ്യൂസറോട് ചോദിച്ചു എന്താ പ്രശ്നം എന്താ. അല്ല ആരെ ഞാൻ സിജേനോട് അസിസ്റ്റന്റ് ഡയറക്ടർ അവിടെ ചോദിച്ചു എന്താ പ്രശ്നം എന്ന്. അപ്പോഴാണ് പറയുന്നത് ഇന്നലെ സീനിന് വേണ്ടി വാങ്ങി വെച്ച 5 ഡയറി മിൽക്കിൽ ഒരു ഡയറി മിൽക്ക് കാണുന്നില്ല. ആരാണ് മോഷ്ടാവ്? അതായിരുന്നു പ്രശ്നം. ആരായിരുന്നു? അല്ല പക്ഷെ ഒരു കാര്യമുണ്ട്, ആസ് എൻ അസിസ്റ്റന്റ് ഡയറക്ടർ വർക്കിംഗ് വിത്ത് രാജേഷ് പിള്ള എന്ന് പറയുമ്പം എപ്പോഴും അസിസ്റ്റൻസിന് എല്ലാവർക്കും നല്ല ട്രീറ്റ് ആയിരിക്കും. ട്രീറ്റ് കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല എല്ലാ ദിവസവും ഷൂട്ട് കഴിയുമ്പം ഫുൾ എല്ലാവരും കൊണ്ടുപോകും, ലഞ്ച് കൊടുക്കും, ഡിന്നർ കൊടുക്കും, എല്ലാം ഒരു നല്ല ജോലിയാണ്. ലിസി ഹോസ്പിറ്റലിലെ പെൺകുട്ടികൾക്ക് ആതുര ശുശ്രൂഷ രംഗത്ത് നിന്നും മാറി രാജേഷ് പിള്ള എന്ന ഈ സംവിധായകൻ്റെ കൂടെ ജോളിയായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനുള്ള ഒരു പരസ്യം കൂടിയാണിത്. ആരെങ്കിലും ഉണ്ടോ? എനിവേ നമുക്ക് വേണ്ടി സിനിമയിലേക്ക് തന്നെ വരാം. കേരളത്തിലെ സ്ത്രീകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിലി എന്ന് മാത്രമല്ല പല കാര്യങ്ങളിലും പ്രതികരണശേഷി തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് പീഡനം എന്ന വാക്കുണ്ടായത് തന്നെ. ഒരു കാര്യത്തിൽ ഇപ്പോൾ ബസ്സിൽ വെച്ച് തന്നെ ശല്യപ്പെടുത്തുന്ന പുരുഷനെ ഒന്ന് തിരിഞ്ഞ് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഓവർ സ്മാർട്ട് എന്ന് പറയപ്പെടുന്നൊരു അവസ്ഥ, തിരിച്ച് പ്രതികരിക്കാതെ നിൽക്കുന്ന സ്ത്രീ, ഇത്തരം ഒരു അവസ്ഥ മാറേണ്ടതല്ലേ? അതിനെക്കുറിച്ച് മിലി ആയി അഭിനയിച്ച അമര തന്നെ പറയും. ഞാൻ കണ്ടു വളർന്ന ഒരു ഏറ്റവും പവർഫുൾ സ്ത്രീ എൻ്റെ മദറാണ്, മമ്മിയാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ മമ്മി. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനത്തെ ഓർമ്മകളുണ്ട്. മമ്മിയുടെ ഓർമ്മകൾ അത്ര നല്ല ഓർമ്മകളല്ല. മമ്മിയുടെ ബസ്സിൽ പോകുമ്പോൾ മമ്മി പ്രതികരിക്കുന്ന ഒരാളാണ്. വളരെ സ്ട്രോങ് ലേഡിയാണ് എൻ്റെ മമ്മി. ഇപ്പം അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് മമ്മിക്ക്, പ്രതികരിച്ചു. അതുപോലെ സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാർ കയറുന്ന മമ്മി പോയി പറയും അവരോട് മാറാൻ. അതെ, അപ്പോൾ എനിക്ക് അത് കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ നല്ല ചീത്തപ്പേരുള്ള കുട്ടിയായിരുന്നു എന്ന്. ഞാൻ അത്യാവശ്യം പ്രതികരിക്കുന്ന ടൈപ്പാണ്. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ഈ പേരൻസിനോട് ഇപ്പോൾ ഉള്ള ജനറേഷൻ അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവാം. ഇപ്പോൾ അവരോട് പോയി പെട്ടെന്ന് പോയി നമുക്ക് പ്രതികരിക്കാൻ, എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും പ്രതികരിക്കണം എന്നുള്ളതാണ്. കാരണം സ്ത്രീകൾ പ്രതികരിച്ച് തുടങ്ങിയാൽ ഇപ്പോൾ സ്ത്രീകൾക്കെതിരെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെ ഉണ്ടാവുന്ന ഈ ക്രൈംസിനൊക്കെ ഒരുപാട് കുറവ് വരും. നമ്മൾ എത്രത്തോളം കാര്യം പ്രതികരിക്കാതെ സൈലൻ്റ് ആയിരിക്കുന്നു അത്രത്തോളം ഇത് വളർന്നു വരികയുള്ളൂ. കാരണം ഒരു റേപ്പ് അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്ക് മറ്റൊരു റേപ്പ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അയാൾ അതിന്
ഒരു ക്രൈം ചെയ്ത ആൾക്ക് മറ്റൊരു ക്രൈം ചെയ്യുമ്പോൾ ഈസി ആവുമെന്ന് പറയില്ല, അയാൾ അതിലേക്ക് അങ്ങനെ മാറിപ്പോവും. സോ ആ ഒരു പ്രാവശ്യം അത് നടന്നു കഴിഞ്ഞാൽ അതിനെ ശക്തമായി പ്രതികരിക്കുക അതിനുള്ള. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡൽഹിയിലുള്ള നിർഭയ കേസ്, അതുപോലെ അതിന് ശേഷം ഒരുപാട് ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ റൂൾസ് ആൻഡ് അത് ഒരുപാട് പേര് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ്, ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാത്തത് ഒരു വലിയൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. വരൂ. എൻ്റെ ക്വസ്റ്റ്യൻ രാജേഷ് സാറിനോടാണ്. സാർ എന്നോടോ? ഇല്ല, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, അല്ല, എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. ചോദിക്കാം. സിമ്പിൾ. ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടൊരു ഫിലിം അതിന് മുമ്പ് ചെയ്തത് ട്രാഫിക് ആയിരുന്നു, ഹൃദയത്തെ സൂക്ഷിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫിലിം ചെയ്യുമ്പോൾ എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ ഫീൽ ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരികയായിരുന്നു. മലയാളത്തിൽ പൊതുവെ സ്ത്രീപക്ഷപരമായ സിനിമകൾ ചെയ്യുമ്പോൾ ഒരു വിഭാഗം പ്രേക്ഷകർ തന്നെ അത് നായിക ഇന്നയാളാണ് അല്ലെങ്കിൽ അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ സ്ത്രീപക്ഷം, ഞാൻ പറയുന്നത് വിമൻ ഓറിയൻറ്റഡുള്ള സിനിമകൾ, ഒരു കല്ലുകൊണ്ടൊരു പെണ്ണോ ഒരു കന്മതമോ അങ്ങനെ കുറച്ച് സിനിമകൾ മാത്രമേ നമുക്ക് പറയുവാനുള്ളൂ. അപ്പം അമല പോളിനെ പ്രധാന കഥാപാത്രമായ ഒരു സിനിമ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ട്രാഫിക് പോലെ ഒരു സിനിമ ചെയ്ത ഒരു വ്യക്തി പെട്ടെന്ന് മറ്റൊരു ട്രാക്കിലെത്തിയ ഒരു സിനിമ ചെയ്യുമ്പോൾ അതൊരു സംവിധായകൻ്റെ ചലഞ്ച് തന്നെയാണ്. അതിനൊരു ബാക്കപ്പ്, ഒരു പ്രൊഡ്യൂസർ, അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന്, ഇപ്പം ഇങ്ങനത്തെ ഒരു പടം വേറൊരു ഡയറക്ടർക്ക് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് തന്നെ ഇതിപ്പം ചെയ്യാൻ പറ്റിയത് ട്രാഫിക് എന്ന് പറഞ്ഞൊരു പടത്തിന് പിൻബലമുള്ളതുകൊണ്ടാണ്. കാരണം അങ്ങനെ ഒരു സക്സസ്സിൽ നിൽക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് നിർമ്മാതാക്കൾ തയ്യാറാവത്തുള്ളൂ. ഇല്ലെങ്കിൽ അവർ പറയും, അയ്യോ അത് നായിക പ്രാധാന്യം മുതലാവില്ല, വർക്കൗട്ട് ആവില്ല എന്നൊക്കെ പറയും. പക്ഷേ ഈ കഥയിലുള്ള വിശ്വാസം, ഈ സ്ക്രിപ്റ്റിലുള്ള വിശ്വാസമാണ്. കാരണം ഇത് പറയപ്പെടേണ്ട കഥയാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കണ്ടവർക്കത് മനസ്സിലാവുമായിരിക്കും. തീർച്ചയായിട്ടും അത് പറയപ്പെട്ട കഥ തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മിലി? അല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ മിലി കണ്ടവർ കൈ പൊക്കണം എന്ന് പറഞ്ഞാൽ എത്ര പേര് പൊക്കും? താങ്ക്സ്. ഇത് തന്നെയാണ് ഞങ്ങളുടെ ശക്തി. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ, നിങ്ങളെക്കുറിച്ചാണ് ഈ സിനിമ. തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ഇത്രയും പേര് കണ്ടവരുള്ള. ഞാൻ അവരോട് പറയുകയായിരുന്നു, കാരണം നമ്മളിലെല്ലാം മിലിയുണ്ട്. നമ്മുടെ മിലിയെ തിരിച്ചറിയുന്നിടത്താണ്, നമ്മുടെ വീക്ക്നെസ് തിരിച്ചറിയുന്നിടത്ത് നമ്മുടെ വിജയം തുടങ്ങുക. നമ്മുടെ നന്മയോടൊപ്പം തന്നെ നമ്മുടെ വീക്ക്നെസ് എവിടേക്കാണ് തിരിച്ചറിയുമ്പോൾ നമ്മൾ വിജയിക്കുക. മിലി വന്നൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മിലിയെ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവർ ഗ്രൂപ്പായിട്ട് സിസ്റ്റർമാരടക്കം പോവുമല്ലേ? പോവണം. ഷോ ദ ഗേൾ പവർ. അതാണ് ഗേൾ പവർ. എപ്പോഴും നമ്മൾ ഗേൾസ് എപ്പോഴും ഡ്രീം ചെയ്യുന്ന ഒരു കാര്യമല്ല ഇക്വാലിറ്റി. എല്ലായിടത്തും ഇക്വാലിറ്റി എന്ന് പറയാൻ നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ബോയ്സിനും ഗേൾസിനും ഇക്വാലിറ്റി ഇല്ല. സോ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, എന്നാലാണ് ഇനിയും ഇതുപോലെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകൾ മുന്നിലേക്ക് വരും. ഒരു മിനിറ്റ് തരാം. ഇവിടെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. ഈ ലിസി ഹോസ്പിറ്റലിലെ ഹോസ്റ്റലുകളിലെ രാത്രിയിലെ നിമിഷങ്ങളെ ഭയാനകമാക്കുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ്. എവിടെയാണത്? ആളെവിടെ? വരൂ. ഇതൊരവസരമാണ്. ഇരിക്കുന്നത് രാജേഷ് എന്ന മഹാനായ ഒരു സംവിധായകൻ, വെസ്റ്റേണിലെ താരം, നായിക, അങ്ങനെ ഒരു വലിയ താര നിബിഡമാണ് ഇവിടെ. ഇവിടെ കയ്യിലുള്ള 2-3 നമ്പറുകൾ എടുത്ത് അങ്ങോട്ട് വീശുക. ഇദ്ദേഹം ഈ എന്താ പറയുക, ഈ ഹോസ്റ്റലിലെയും ഈ ഹോസ്പിറ്റലിലെയും സ്പെഷ്യലിസ്റ്റാണ്. രാത്രി കാലങ്ങളിൽ കുട്ടികളൊക്കെ ഉറങ്ങിയില്ലെങ്കിൽ ഇയാൾ വന്നിട്ട് ചാടി വന്നാലും ഈ ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. സനുഷ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടല്ലോ? സിജയോ? മില്ലി അമല നിന്നിട്ടില്ല. രാജേഷ് ഭായ് ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്? രാജേഷ് ഇല്ല. വല്ലാത്തൊരു ജീവിതമാണ് കേട്ടോ. കടലക്കറി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നടക്കില്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്ഥിരമായിട്ടുള്ള അംഗം എന്ന് വെച്ചാൽ കാക്കയെ വിളിച്ചു കൂട്ടിലായിരുന്നു. വെറുതെ പുറത്തു കഴിഞ്ഞാൽ
എന്ന് വിളിച്ചു കൂട്ടും. അങ്ങനെ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ അഭ്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇത്തരത്തിലുള്ള എന്തെങ്കിലും മിമിക് അഭ്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ടീച്ചേഴ്സിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. ആ ടീച്ചേഴ്സിനെ ഓർമ്മയുണ്ടോ? ആ ടീച്ചേഴ്സിന് കൊടുക്കാവുന്ന ഒരു വലിയ ഗുരുദക്ഷിണ ഇതായിരിക്കാം. ഇല്ല, അങ്ങനെ ഓർമ്മയില്ല. പണ്ട് കുഞ്ഞിലെ പിന്നെ കോളേജിലും അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ വെറുതെ ഇമിറ്റേറ്റ് ചെയ്യും. ഇത്ര നല്ലൊരു കലാകാരിയൊന്നും അല്ല ഞാൻ, ഇത്ര നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ല ഞാൻ. ശരിക്കും നന്നായിട്ടുണ്ട് കേട്ടോ, വളരെ മിടുക്കിയാണ്. നമ്പർ മേടിച്ച് വെച്ചോണം, അടുത്തൊരു ഹൊറർ പടം എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എഫക്ട്സ് ഒക്കെ കൊടുക്കാനൊക്കെ നല്ല കൈഡി കൊടുക്കാം. താങ്ക് യു മോളെ. മിലിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി.